ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. കുറഞ്ഞ ചിലവിൽ ആർക്കും പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്കും അതുപോലെ ബിഗിന്നേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്, അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ P7000 ഗ്ലൂ എടുത്തിട്ടുണ്ട്, പിന്നെ ഇതാട്ടോ സ്റ്റോൺ ലേസാണിത്. ഇതിൻ്റെ താഴെ ലേസും മേലെ സ്റ്റോണും കൂടെ വരുന്ന ഒരു സ്റ്റോൺ ലേസാണ്. പിന്നെ വേറൊരു ലേസ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ സൈഡിൽ ബീഡ്സ് വർക്ക് വരുന്ന ഒരു ലേസാട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ലേസ് ആട്ടോ. അത് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് ഹെയർ ബാൻഡ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ പിന്നെ സ്റ്റോൺ ചെയിനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യാൻ നമുക്ക് ഒന്നുകിൽ സ്റ്റോൺ ചെയിൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ കാണിച്ച സ്റ്റോൺ ലേസും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്ര ആണ് നമുക്കിതിലോട്ട് ആവശ്യമുള്ളത്. അപ്പോൾ പിന്നെ P7000 ഗ്ലൂവിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഹോട്ട് ഗ്ലൂ വേണമെങ്കിൽ യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് മേക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാറ്റിൻ കവേർഡ് ഹെയർ ബാൻഡ് ആട്ടോ എടുത്തിട്ടുള്ളത്. സാറ്റിൻ പ്ലെയിൻ ആണെങ്കിൽ പ്ലെയിൻ യൂസ് ചെയ്യാം. ഇനി കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാറ്റിൻ കവേർഡ് ഇല്ലെങ്കിൽ നമുക്ക് സാറ്റിൻ റിബൺ എടുത്തിട്ട് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ തെറ്റത്ത് ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ സൈഡിലേക്ക് ബീഡ്സ് വരുന്ന രീതിയിൽ ആണ് ലേസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക, പെട്ടെന്ന് ചെയ്തെടുക്കുക കേട്ടോ ആർക്കും. അപ്പോൾ ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെയാണ് കേട്ടോ വെച്ചെടുക്കുന്നത്. ഒരു സൈഡിലോട്ട് പേളാക്കിയിട്ട് ഇങ്ങനെയാണ് വെച്ചെടുക്കുന്നത്. കണ്ടില്ലേ, വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഹോട്ട് ഗ്ലൂ ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടി കിട്ടും കേട്ടോ. P7000 സ്റ്റിക്കായ അവിടെ സ്റ്റിക്കായിട്ട് നന്നായിട്ട് ഇരിക്കും. പിന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് സ്റ്റിക്കായി കിട്ടാനൊന്ന് വെയിറ്റ് ചെയ്യണം. ഹോട്ട് ഗ്ലൂ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പോവാം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ബിഗിന്നേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആവും കേട്ടോ. പിന്നെ ഒത്തിരി പേര് വന്നിട്ട് വീഡിയോൻ്റെ താഴെ പേഴ്സണലായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ, മെറ്റീരിയൽസൊക്കെ എവിടെ നിന്ന് കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പം മെറ്റീരിയൽസൊക്കെ അതേപോലെ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. മെറ്റീരിയൽസൊക്കെ ഇപ്പോൾ എല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആട്ടോ. അപ്പം നമ്മൾ ഒട്ടുമിക്ക മാർക്കറ്റുകളിലും ഉണ്ടാവും മറ്റേ ബട്ടൺ ഹൗസ്, അതേപോലെ ക്രാഫ്റ്റ് ഷോപ്പൊക്കെ അല്ലേ, അവിടെയൊക്കെ ഇങ്ങനത്തെ ഹെയർ ആക്സസറീൻ്റെ മെറ്റീരിയൽസ് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഇത് അവൈലബിൾ ആണ്. അതുപോലെ മീഷോയിലൊക്കെ കുറച്ച് റേറ്റൊക്കെ നമുക്ക് കിട്ടും കേട്ടോ കുറച്ചിട്ട്. പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് എല്ലാ ഓൺലൈനിലും ഇതിലുണ്ട്. പിന്നെ ഒരുപാട് ഇൻസ്റ്റാ പേജുകളുണ്ട് കേട്ടോ, ഇങ്ങനെ ഈ മെറ്റീരിയൽസൊക്കെ സെല്ല് ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റാ പേജുകളുണ്ട്. പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല റേറ്റും കാര്യങ്ങളൊക്കെ. ഓരോരോ സ്ഥലത്ത് ഓരോരോ രീതിയിലായിരിക്കും കേട്ടോ റേറ്റൊക്കെ കിട്ടുക. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാ പേജിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിലും ഓരോരുത്തരുടേതായ രീതിയിലായിരിക്കും റേറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതിന് ഇന്ന റേറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എനിക്ക് കിട്ടിയ പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമ്മളിത് സെർച്ച് ചെയ്തിട്ട് നമുക്ക് അഫോർഡബിളായിട്ട് എവിടെയാണോ തോന്നുന്നത് അവിടെ നിന്ന് വാങ്ങിക്കുക കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ഇത് എത്രയ്ക്കാണ് കൊടുക്കുക എന്നൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ സെയിൽ ചെയ്യുമ്പോഴും നമ്മൾക്ക് കിട്ടുന്ന നമ്മൾ വാങ്ങിക്കുന്ന മെറ്റീരിയൽസിന് നമുക്ക് എത്ര എക്സ്പെൻസ് വരുന്നുണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ റേറ്റ് ഇടേണ്ടത്. നമ്മൾ എക്സ്പെൻസും പിന്നെ അതിലേക്ക് നമ്മളുടെ ടൈം പിന്നെ നമ്മുടെ പ്രോഫിറ്റ് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ ലാഭമൊക്കെ എടുത്തിട്ടല്ലേ നമ്മൾ സെയിൽ ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് റേറ്റ് ഇടുക. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ റേറ്റിലായിരിക്കും മെറ്റീരിയൽസ് കിട്ടുക. അപ്പോൾ അതിനനുസരിച്ച് റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഇതിന് ഇത്ര റേറ്റാന്ന് പറയാൻ കഴിയില്ല കേട്ടോ. ഓരോരുത്തർക്ക് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് സെയിൽ ആക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഇത് സെയിൽ ചെയ്യാൻ നമുക്ക് ഇന്നൊക്കെ ഒരുപാട് മാർഗ്ഗമുണ്ട്. നമുക്ക് ഇൻസ്റ്റാ പേജ് തുടങ്ങിയിട്ട് അതിലൊക്കെ റീൽസും സ്റ്റോറിയും ഒക്കെ വെച്ചിട്ട് നമുക്ക് സെയിലാക്കാം. ഇൻസ്റ്റ ഇല്ലാത്തവർക്ക് വാട്സപ്പ് യൂസ് ചെയ്യുക, വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, അതേപോലെ നമ്മൾ സ്റ്റാറ്റസൊക്കെ വയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ നമ്മൾ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ കൊണ്ടുപോയി കൊടുത്താലൊക്കെ നമ്മൾ എടുക്കുന്ന നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആണെങ്കിൽ അവർ വാങ്ങിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ എൻഡിൽ നിന്ന് ബീഡ്സ് ഒഴിവാക്കിയിട്ട് എൻഡ് ടാപ്പ് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആ ബീഡ്സ് ഇരിക്കുമ്പോൾ മക്കൾക്കൊക്കെ ചെവിയുടെ അവിടെ ആകെ ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ 2 സൈഡിലും എൻഡ് ടാപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്.
എൻ്റെ ടാബ് സെയിം കളറിൽ അവൈലബിൾ ആട്ടോ. എൻ്റെ അടുത്ത് ബ്ലാക്കേ ഉള്ളൂ, അപ്പോൾ ഞാൻ ബ്ലാക്കാണ് വെച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്റ്റോൺ ചെയിൻ ആട്ടോ വെക്കാനുള്ളത്. അപ്പോൾ ഞാൻ എന്താ B7000 ഗ്ലൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി സ്റ്റോൺ ചെയിൻ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒരു ലെയറായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു ലെയറോ 2 ലെയറൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച സ്റ്റോൺ ലേസ് ഇല്ലേ, അതും ഇതേപോലെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഹെവി ആക്കാതെ ഒന്ന് സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി സ്റ്റോൺ ചെയിൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അതേപോലെ മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ ലാസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളി ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെറും 5 മിനിറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു അടിപൊളി ഐറ്റം കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ കാണിച്ച സ്റ്റോൺ ലൈസ് വെച്ചിട്ടും ഇതേപോലെ ഹെയർ ബാൻഡിൽ ചെയ്യുക കേട്ടോ. ഞാനിതൊരു അലിഗേറ്റർ ക്ലിപ്പിൽ ചെയ്തിട്ട് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. കുറച്ചുകൂടി ഹെവി വേണമെന്നുള്ളവർക്ക് സ്റ്റോൺ ലൈസ് വെച്ചിട്ട് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. രണ്ടും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അലിഗേറ്റർ ക്ലിപ്പിൽ എങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇത് അലിഗേറ്റർ ക്ലിപ്പിൻ്റെ സെയിം അളവിൽ ലേസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ലേസിൻ്റെ മുകളിൽ മറ്റൊരു ലേസ് വരുന്ന രീതിയിൽ നേരത്തെ ഹെയർ ബാൻഡിൽ ചെയ്ത പോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നേരെ അലിഗേറ്റർ ക്ലിപ്പിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ അലിഗേറ്റർ ക്ലിപ്പ് വേണമെങ്കിൽ കവർ ചെയ്തിട്ടും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റെയിൻ വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ഇതേപോലെ സ്റ്റോൺ ചെയിൻ വെച്ചിട്ടും ചെയ്യുക. പിന്നെ നേരത്തെ വെച്ച ലേസ് വെച്ചിട്ടാണെങ്കിൽ അതിൻ്റെ താഴെയുള്ള ആ ലേസിൻ്റെ ഭാഗം മാറ്റിയിട്ട് സ്റ്റോൺ മാത്രമാക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇനി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. രണ്ട് പെയറായിട്ട് എൻ്റെ അലിഗേറ്റർ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ചെയിൻ മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി നേരത്തെ കാണിച്ച് സ്റ്റോൺ ലേസ് വെച്ചിട്ട് നമുക്കൊരു പ്ലെയിൻ ഹെയർ ബാൻഡിൽ ഇതേപോലെ വെച്ച് കൊടുത്താൽ നല്ലൊരു പാർട്ടി ഐറ്റം തന്നെ, പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. കണ്ടോ ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ ഞാനിതിൽ സ്റ്റിക്ക് ചെയ്യുന്നത് കാണിക്കുന്നില്ല, വീഡിയോ ഒത്തിരി ലെങ്ത്തായി പോയിട്ടുണ്ട്. അപ്പം കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ. രണ്ടും കാണാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയുന്ന ഐറ്റംസാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഹെയർ ബാൻഡ്, ഹെയർ ആക്സസറീസിൻ്റെ മേക്കിംഗ് വീഡിയോസ് ഒത്തിരി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.